ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിലെ ഒരു സ്ട്രാറ്റജിനെ കുറിച്ചാണ്. ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഞാൻ ലൈവായി ട്രേഡ് എടുക്കുന്നത്, എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അതൊക്കെ ഞാൻ വീഡിയോ അവസാനം കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഒരു ഫിബനാച്ചി സ്ട്രാറ്റജിയാണ്. പേര് എന്ന് പറയുമ്പോൾ SK സിസ്റ്റം എന്നാണ്. സ്റ്റീഫൻ കാസിം എന്ന് പറയുന്ന ഒരു ചങ്ങായിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിളാണ്, പഠിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. ഓക്കെ, ഫുള്ളി ഒരു ഡ്രോയിങ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് അടിക്കാതെ കാണാം. വീഡിയോ ഒരു മണിക്കൂറൊക്കെ ഉണ്ടായെന്ന് വരാം. ഓക്കെ, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മാക്സിമം ഫുൾ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഒന്നും അറിയാത്തവർക്ക് പോലും ഈ സ്ട്രാറ്റജി കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ബാക്കോട്ടേക്ക് സ്കിപ്പ് അടിച്ച് ഒന്നുകൂടി കണ്ടാൽ മതി. വളരെ സിമ്പിളായിട്ട് ഞാൻ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽട്ടായിരുന്നു. കുറേ പേര് ഇത് എന്താ പറയുക നെഗറ്റീവായിട്ടൊക്കെ പറയുന്നത് കേട്ടു. ഓക്കെ, അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിലുണ്ട്. സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് അത് 100% യൂസ്ഫുൾ ആകാൻ നല്ല ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ 1 മന്തെങ്കിലും നിങ്ങളെ ചാർട്ടിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, എന്ന് മാത്രം നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ ട്രേഡ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഇന്ന് പഠിച്ചിട്ട് ഇന്ന് തന്നെ മാർക്കറ്റ് പോയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ലോസ് കാണാൻ പറ്റും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ പഠിച്ച ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് മാർക്കറ്റിൽ ഓരോ സാഹചര്യങ്ങളിലും നിങ്ങൾ അത് കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഏത് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകുമെന്ന് നിങ്ങൾക്ക് ലൈവ് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് അവിടെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഫിബനാച്ചി സ്ട്രാറ്റജി വരച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോ ചെയ്താൽ എനിക്ക് മാർക്കറ്റ് ഇനി അടുത്ത ഏത് സോണിലേക്കാണ്, ബൈ സോണിലാണ് സെൽ സോണിലാണ് അടുത്ത മാർക്കറ്റ് പോകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ സ്ട്രാറ്റജീസ് വരക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാണെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോ കാണാം, സ്കിപ്പ് അടിക്കരുത്. കുറച്ച് ലെങ്ത് ഉണ്ടാവും, ലെങ്ത് ഉണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ക്ലിയർ ആക്കി വീഡിയോ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം വീഡിയോക്ക് ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഇപ്പത്തിൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ മാത്രം ഈ വീഡിയോ റെക്കമെൻഡേഷൻ പോകുള്ള എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ എന്നാൽ വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ എങ്ങനെയാണ് നല്ല രീതിക്ക് ട്രേഡുകൾ നോക്കാം. അപ്പോൾ നമുക്ക് ബേസിക് അറിയേണ്ട ഒരു സീക്വൻസ് ഉണ്ട്, അഥവാ നമുക്ക് എൻട്രി മോഡൽസ് ഉണ്ട്. അതെങ്ങനെ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, കറക്റ്റ് ക്ലിയർ ആക്കി പറയാം. ഒരു നോട്ടും പെന്നും എടുത്തോ, വരച്ച് വെച്ചോ. ഫുള്ള് ഡ്രോയിങ്സ് ആണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഡ്രോയിങ്സ് തലക്ക് പിടിച്ച് നിങ്ങൾ ഫുള്ള് തെറ്റിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ റിയൽ ചാർട്ടിൽ റിയൽ മാർക്കറ്റ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെ സ്ക്രീൻഷോട്ടോ എഴുതി വെക്കുന്നോ എങ്ങനെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മറന്നു പോകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കലവിലാൻ പാടില്ല, കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഓക്കെ, അപ്പം ഇതാണ് ഒരു 3 മോഡൽസ്. ഓക്കെ, ഇത് ഒരു 3 സിഗ്സാഗ് മോഡലാണ്. മാർക്കറ്റ് തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്ന പറയുമ്പോൾ ഒരു സിഗ്സാക്കിൻ്റെ ഒരു ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകാം. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഹൈയും ലോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് പോകാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ ഇറങ്ങും, ഒന്ന് കയറും, ഇറങ്ങും, കയറും, ഇറങ്ങും, കയറും, ഇറങ്ങും, കയറും. ഓക്കെ, ഇവിടെയുള്ള നമ്മളെ ബൈയും സെല്ലും അതൊക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങി വരിക. ഓക്കെ, അതുപോലത്തെ മാർക്കറ്റ് കയറി പോകുമ്പോൾ മാർക്കറ്റ് എല്ലാം എടുത്ത് ഇതുപോലെ കയറും, ഇറങ്ങും, കയറും, കറങ്ങും, അങ്ങനെ ഇങ്ങനെ ബൈ ട്രെൻഡ് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ട്രെൻഡിലാണ് സിഗ്സാഗ് ഫോർമേഷൻ ഉണ്ടാവുക. ഓക്കെ, ഈ സിഗ്സാഗ് ഫോർമേഷൻ ഉണ്ടാകുന്ന നമുക്ക് എൻട്രി കിട്ടും. എൻട്രി എങ്ങനെ കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് ഈ 3 ടൈപ്പാണ്. ഓക്കെ, ഈ 3 ടൈപ്പിൽ നമുക്ക് ഈ 2 മാത്രം നമുക്ക് വാലിഡ് ഉള്ളൂ. ഓക്കെ, ഇത് ഇൻവാലിഡ് എൻട്രി ആണ്. അതെന്താ കാരണം നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും ചില ആൾക്ക്. ഓക്കെ, മനസ്സിലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് നിങ്ങൾ ഫിബനാച്ചി ടൂൾ നിങ്ങൾ എടുക്കുക. ഓക്കെ, അതിൻ്റെ സെറ്റിങ്സ് മാറ്റാത്തവരാണെങ്കിലും സെറ്റിങ്സ് മാറ്റുക. അതിൻ്റെ സെറ്റിങ്സിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടതൊക്കെ വീഡിയോക്ക് അവസാനം കാണിച്ചിരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മാറ്റാം. ഓക്കെ, ഞാൻ എന്താണോ ഈ ഫിബനാച്ചി ഞാൻ യൂസ് ചെയ്യുന്നത് അതേപോലെ ഫിബനാച്ചി ടൂൾ നിങ്ങളാക്കി വെക്കുക, അതേപോലെ അച്ചടിച്ച് വെക്കുക. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് ഇത് വർക്ക് ആവുള്ളൂ ഇതിൽ. ഓക്കെ, അപ്പം ഇവിടെ കാണാൻ സാധ്യം നമുക്കിത് 0. ഓക്കെ, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്ന പേരാണ് 0 പോയിന്റ്. ഓക്കെ, ഇത് ഇനി പറയുന്ന പേരാണ് 0 പോയിന്റ്. ഇതും ഒരു 0 പോയിന്റ് ആണ്, ഇതും ഒരു 0 പോയിന്റ് ആണ്. ഓക്കെ, ഇതാണ് ഒരു സിഗ്സാഗിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബുള്ളിഷ്. ഓക്കെ, മാർക്കറ്റ് മുകളിൽ കയറി പോകുമ്പോൾ ഇതായിരിക്കും നമ്മൾ സിഗ്സാഗിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിലോ നമുക്ക് ഇൻവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സിഗ്സാഗിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. മാർക്കറ്റ് ഇതുപോലെ ഇറങ്ങി, കയറി, ഇറങ്ങി, മാർക്കറ്റ് ഇറങ്ങി, കയറി, ഇറങ്ങി, മാർക്കറ്റ് കയറി, ഇറങ്ങി, കയറി, ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തലതിരിച്ചിടുകയാണ്. അപ്പോൾ 0 0, അപ്പോൾ 0 A B C. അപ്പോൾ ഈ 0 എന്താണ്, എ എന്താണ്, ബി എന്താണ്, സി എന്താണ് ഞാൻ പറയണേ പോവാണ്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, അത് റെക്കോർഡ് ചെയ്യേണ്ടവർക്ക് റെക്കോർഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 0 പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ പോയിന്റ് ആണ്.
ബി പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് നമ്മളെ എൻട്രി ചെക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും എ പോയിന്റ്. ഈ എ പോയിന്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എൻട്രി വാലിഡ് ആവുക. അത് പിന്നെ പറയാം, ജസ്റ്റ് പറഞ്ഞ നില കൂട്ടത്തിൽ ഈ കാണുന്ന സി പോയിന്റ് ഇല്ലേ, ആ സി പോയിന്റ് ആണ് ടാർഗറ്റ്. സി എന്ന് വെച്ചാൽ ടാർഗറ്റ്, എ ബി സി അങ്ങനെ ഫോർമേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കാണുന്ന 0 എന്നായിരിക്കും നമുക്ക് നമ്മളെ ഫിബനാച്ചി ടൂൾ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതൊരു ബൈ സൈഡ് ആണെങ്കിൽ, ഒരു സിഗ്സാഗ് ഫോർമേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഞാനിതാ ഒരു മാർക്കറ്റ് കയറി പോകണം. ഓക്കെ, ഇതുപോലെ മാർക്കറ്റ് കയറി പോകുന്ന, അപ്പോൾ മാർക്കറ്റ് കയറി അതിൻ്റെ ലോ ഞാൻ ഫിബനാച്ചി ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, മുകളിലേക്ക് ഇങ്ങനെ വരക്കാണ്. ഓക്കെ, എവിടം വരെ കയറിപ്പോയി അവിടെ വരെ വരച്ചു. അപ്പോൾ മാർക്കറ്റ് അവിടെ താഴോട്ട് കീഞ്ഞു വന്നു, ഒരു ഗോൾഡൻ സോൺ. ഓക്കെ, ഇതാണ് ഈ 4 ലൈനാണ് ഗോൾഡൻ സോൺ. ഈ ഒരു ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തും സംഭവിക്കാം. എക്സാമ്പിൾ ഇതുപോലെ സംഭവിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കാം. ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഈ ഗോൾഡൻ സോണിന് ഉള്ളിൽ കടന്നിട്ട് അത് പുറത്തു പോയി. ഗോൾഡൻ സോണിൻ്റെ ഈ ലൈനിൻ്റെ പുറത്ത് പോയിട്ടില്ല, ഈ ഗോൾഡൻ സോണിലേക്ക് എൻ്റർ ആയിട്ട് അത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിലോ, 0 എന്ന് ഞാൻ ഈ ഒരു 0 എന്ന് എയിലേക്ക് വരക്കണം. ഓക്കെ, 0 ഞാൻ മാർക്കറ്റ് കയറി പോകുന്ന എയിലേക്ക് വരച്ചു, മാർക്കറ്റ് കീഞ്ഞ് വന്നു. അപ്പം ഇവിടെ കാണാൻ സാധിക്കും ഗോൾഡൻ സോൺ. ആ ഗോൾഡൻ സോൺ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നു. ഓക്കെ, ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തില്ല. ഓക്കെ, ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തില്ല, താഴോട്ട് വന്നു, സെൻറ്റും പെന്നിയും മേലോട്ട് കയറിപ്പോയി, എ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പം ഇത് രണ്ടും നമുക്ക് വാലിഡ് എൻട്രി പോയിന്റ് ആണ്. കാരണം നമുക്കിതാ ഈ ഒരു നമ്മളെ 0 പോയിന്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല, റിജക്ഷൻ കിട്ടിയില്ല, ടച്ച് ചെയ്തൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഈ രണ്ടെണ്ണം സീക്വൻസ് നമുക്ക് വാലിഡ് ആണ്. ആ ഒരു പക്ഷെ ഇവിടെ നോക്കി നിങ്ങൾ, ഞാനിപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇപ്പോൾ സീക്വൻസ് ഉണ്ടാക്കി കയറി പോവാണേ. ഇതുപോലെ അപ്പറിൽ കയറി പോകുന്നത്. ഞാനിപ്പം ഫിബനാച്ചി വരച്ചു, 0 ഞാൻ എ വരെ വരച്ചു, മാർക്കറ്റ് ഇതുപോലെ കീഞ്ഞ് വന്നു, ഗോൾഡൻ സോണിൽ മാർക്കറ്റ് എൻ്റർ ആയി. മാർക്കറ്റ് ഗോൾഡൻ സോണും പൊട്ടിച്ച് നേരെ ഈ 0 കാണുന്നില്ലേ, ആ 0 പൊട്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0 റിജക്ഷൻ കിട്ടി, അല്ലെങ്കിൽ 0 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, എങ്ങനെ പോയാലും ഈ 0ൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് എൻട്രി മീൻസ് അവിടെ ട്രേഡ് നോക്കാനേ പാടില്ല, അത് ഇൻവാലിഡ് എൻട്രി ആണ്. ഓക്കെ, അവിടെ ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് രണ്ടും വാലിഡും ഇത് ഇൻവാലിഡ്. ഓക്കെ, ഇത് ഇൻവാലിഡ്, ഇത് രണ്ടും വാലിഡ്. ബിക്കോസ് ഇത് നമ്മളെ 0 പോയിന്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇത് രണ്ടും 0 പോയിന്റ് ടച്ച് പോലും ചെയ്തിട്ടില്ല, അതുകൊണ്ട് രണ്ടും ഇത് വാലിഡ് ആണ്. അടുത്ത നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്കാണ് എൻട്രി മോഡൽസ്. അത് നമുക്ക് BC വെച്ചുള്ള കളിയാണ്. ഓക്കെ, BC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു പോയിന്റ്, അത് ഒരു സോണിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, BC. ഓക്കെ, BC എന്ന് വെച്ചാൽ നമ്മൾ B പോയിന്റ് മുതൽ C പോയിന്റ് ടാർഗറ്റ് വരെയുള്ള ആ ഒരു സോണിന് പറഞ്ഞ പേരാണ് BC. ഓക്കെ, ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പമ്പ് കിട്ടും. പമ്പ് മീൻസ് മാർക്കറ്റ് ഒരു ബുള്ളിഷോ അല്ലെങ്കിൽ ബെയറിഷോ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് BCയിലേക്ക് എൻ്റർ ആവും, നേരെ മാർക്കറ്റ് ടാർഗറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, BC എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പിന്നെ WCL ഹോൾ കറക്ഷൻ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എത്രത്തോളം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ WCL ആണ്. ഓക്കെ, അവിടെ വരും, ഒന്ന് ഫില്ലാകും, പോകും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പച്ച മലയാളത്ത് പറഞ്ഞതാണ്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ 2 BC എൻട്രി മോഡൽസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ BC വരച്ചിട്ടില്ല, ജസ്റ്റ് ലൈവായിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ടാർഗറ്റ് ഫസ്റ്റ് വരയ്ക്കാൻ നോക്കാം. ടാർഗറ്റ് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ എടുക്കുക, അതിൻ്റെ സെറ്റിങ്സ് മാറ്റുന്നതാണ് മാറ്റുക, വീഡിയോ കാഴ്ചനെ കാണാൻ പറ്റും, അതിൻ്റെ സെറ്റിങ്സിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ നിങ്ങൾ കോപ്പി അടിക്കുക, മാറ്റിയാളോ. ഓക്കെ, നിങ്ങൾ ഡിഫോൾട്ട് എല്ലാവർക്കും മാറ്റിക്കളയുക. എന്നിട്ട് നിങ്ങൾ മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ ഉണ്ടാവില്ലേ, ഓക്കെ, അതെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 0 പോയിന്റ്. ആ 0 പോയിന്റ് മുതൽ നിങ്ങൾ A പോയിന്റ് വരയ്ക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്ലിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ B പോയിന്റ്, മാർക്കറ്റ് എവിടം വരെയാണ്, ജസ്റ്റ് മാർക്കറ്റ് ഒരു ലാസ്റ്റത്തെ ലോ എവിടെയാണ്, ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ B നമ്മളെ എന്താ പറയുക ഗോൾഡൻ സോണിൽ വന്ന ശേഷം മാർക്കറ്റ് ഒരു ലോ ഉണ്ടാക്കും. ആ ലോ എവിടെയാണ്, മാർക്കറ്റ് ലോ ഇവിടെ ആണെങ്കിൽ അവിടെ വരെ വരയ്ക്കുക. ഓക്കെ, ഇതിന് താഴെ പറ്റൂല, അതിന് വാലിഡ് ഇപ്പം മാർക്കറ്റ് ഇവിടം വരെയാണെങ്കിൽ അത് വാലിഡ് ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് അവിടെ വരെ ജസ്റ്റ് കീഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അവിടെ ലോ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ വരെ വരയ്ക്കാം. അപ്പം മാർക്കറ്റ് എക്സാമ്പിൾ ഇതിൻ്റെ ഈ ലോ ഇവിടം വരെ ആയിട്ടാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഇതുപോലെ ടാർഗറ്റ് വരച്ചു. ഓക്കെ, ടാർഗറ്റ് വരച്ചു, ഇതിന് പറയുന്ന പേരാണ് C എന്ന് വെച്ചാൽ ടാർഗറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് വരച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത് നമ്മളെ BC ആണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടി പോകുന്നത് BC ആണ്. ആ BC എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ B എന്ന് ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് A ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ഏരിയ പറയുന്ന പേരാണ്
കൺഫർമേഷൻ ഏരിയ. ഈ എന്ന് പറയുന്ന ഏരിയ ആണ് കൺഫർമേഷൻ ഏരിയ. ഈ എ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ വിക്ക് പോരാ, ഒരു ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞാൽ ഓക്കെ, ഇതിന് മേലെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു കൺഫർമേഷനായി. ഇനി മാർക്കറ്റ് അപ്പ് തന്നെ പോവാം, ടാർഗറ്റിലേക്ക് തന്നെ പോവുക. പക്ഷേ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു സോൺ ആയിട്ടില്ല. എൻട്രി എടുക്കാനുള്ള സോൺ ആവാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇതാ ബി എന്ന മാർക്കറ്റ് കയറി ഈ എ സോണ് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് കാണിക്കാറുണ്ട് പൊതുവേ. അതുപോലെ മാർക്കറ്റ് ഇതാ കയറി പോകുന്നേരം ഒരു റീട്രേസ്മെൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബീൻ്റെ ലോ എവിടെയാണോ, വിക്കോ ക്യാൻഡിലോ എവിടെയാണോ അവിടുന്ന് മുതൽ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, എവിടെ വരെയാണ് ലാസ്റ്റ് മാർക്കറ്റ് ഹൈ ഉണ്ടാക്കി അവിടെ വരെ വരയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടെ വരെ ഒരു ഹൈ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതാ ഇവിടുന്ന് മാർക്കറ്റ് റീട്രേസ് ആയി നേരെ ഈ ഒരു ഗോൾഡൻ സോണിലേക്ക് വരും. ഓക്കെ, ഈ ഗോൾഡൻ സോൺ പറയുന്ന പേരാണ് BC. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. ടാർഗറ്റ് നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ വരച്ച ടാർഗറ്റിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഇനി മാർക്കറ്റ് ഇതുപോലെ ഈ പകുതിക്ക് വന്ന് ടാർഗറ്റ് അടിക്കാതെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ഒരു റീട്രേസ്മെൻറ്റ് കാണിക്കും. ആ നേരെ ഈ സോണിലായിരിക്കും കയറി പോവുക. ഈ സോണിൽ എൻ്റർ ആയ ശേഷം ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. ടാർഗറ്റ് ഈ C ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ട്രേഡ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് എടുത്തു, ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ ട്രേഡ് എടുത്തു. ഓക്കെ 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 ടാർഗറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ലോസ് നേരെ ഈ ഒരു റെഡ് ലൈൻ, ഓക്കെ, ഈ കാണുന്ന റെഡ് ലൈൻ ആണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ 1:2.5. അപ്പം ഇവിടെ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിഗ്സാഗ് ഫോർമേഷൻ ആയി വരികയാണ്. ഓക്കെ, 0 എന്ന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, സിഗ്സാഗിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് 0. ഒരു എ ഉണ്ടാക്കി മാർക്കറ്റ് റീട്രേസ് ആയി ബിയിലേക്ക് വന്ന് മാർക്കറ്റ് അവിടുന്ന് കയറി ഈ എ ബ്രേക്ക് ചെയ്ത് എന്നിട്ട് ടാർഗറ്റിലേക്ക് പോയില്ല. ഓക്കെ, നിങ്ങൾ എ ബ്രേക്ക് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾ ടാർഗറ്റ് വരക്കണം. ഓക്കെ, നിങ്ങളിത് 0AB അപ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടും. ആ ടാർഗറ്റ് ഫസ്റ്റ് തന്നെ ഈ എ ബ്രേക്ക് ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾ വരച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഏരിയ ബ്രേക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് റീട്രേസ് ആവും. ഓക്കെ, റീട്രേസ് ആവുന്നേരം നിങ്ങൾ ഈ ബീൻ്റെ ലോ എവിടെയാണോ അവിടുന്ന് മുതൽ നേരെ നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഹൈ വരെ വരയ്ക്കുക. ഓക്കെ, പിന്നെ വരയ്ക്കുന്ന നേരം ഈ എ ഏരിയ ബ്രേക്ക് ആയതിനു ശേഷം മാത്രം നിങ്ങൾ വരച്ചാൽ മതി. ഈ എ ഏരിയനുള്ളിലാണ് ഇതുപോലൊരു ഹൈ ലോക്ക് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ എ ഏരിയ ആണ് കൺഫർമേഷൻ ഏരിയ. കൺഫർമേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ B2 എവിടെ വരെയാണ് മാർക്കറ്റ് ഹൈ ഉണ്ടാക്കി അവിടം വരെ. ഓക്കെ, ടാർഗറ്റ് അടിക്കാണ്ട് പാടില്ല. ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ ട്രേഡ് അവിടെ കിട്ടൂല. ഓക്കെ, ടാർഗറ്റ് അടിക്കാതെ മാർക്കറ്റ് പകുതിക്കൊന്ന് റീട്രേസ് ആയിട്ട് ഒരു ഗോൾഡൻ സോണിലേക്ക് വരും. അതിന് പറഞ്ഞ പേരാണ് BCയിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാം. ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആ കാണുന്ന റെഡ് ലൈൻ ആണ്, അത് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത ടാർഗറ്റ്. ഓക്കെ, ഇനി നേരെ മാർക്കറ്റ് അവിടെ പോയിക്കോളും. അവിടുന്ന് മാർക്കറ്റ് എവിടെ വരും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്തൊരു ഹോൾ കറക്ഷൻ ലെവൽ എന്ന് പറയും. ഓക്കെ, WCL അടുത്ത് പറയാം. എഴുതി വെച്ചോളെ, മറന്നു പോകണ്ട. ഒരു നോട്ട് പെൻ കൊടുത്തിട്ട് എഴുതി വെച്ചോ. BC നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ WCL നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. BC മനസ്സിലാത്തവർക്ക് ബാക്കോട്ടേക്ക് സ്കിപ്പ് അടിച്ച് കണ്ടാൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ സംഭവിച്ച മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായെങ്കിൽ ഞാൻ ലൈവ് ചാർട്ട് പോയി കാണിച്ചിരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ലൈവായിട്ട് ട്രേഡ് ചെയ്തും കാണിച്ചിരുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പം ഇവിടെ എ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് ജസ്റ്റ് ഒരു ഹൈ ഉണ്ടാക്കി, ഒരു ലോ ഉണ്ടാക്കി, ഗോൾഡൻ സോണിലേക്ക് എൻ്റർ ആയി, BC കിട്ടി. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു, ടാർഗറ്റ് ഫിക്സ് ചെയ്തു, സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്തു, മാർക്കറ്റ് നേരെ കയറി ടാർഗറ്റ് അടിച്ചു. ഇനി മാർക്കറ്റ് എവിടെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മാർക്കറ്റ് ഇറങ്ങാണ്ടി പോകുന്ന പറയുമ്പോൾ ടാർഗറ്റ് ഏരിയ ടു നമ്മൾ ഹോൾ കറക്ഷൻ ഏരിയ. ഓക്കെ, ആ ഹോൾ കറക്ഷൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നേരെ നിങ്ങൾ ഫിബൊനാച്ചി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ 0 മുതൽ ഓക്കെ നമ്മൾ സിഗ്സാഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് മുതൽ നിങ്ങൾ മാർക്കറ്റ് ടാർഗറ്റ് എവിടം വരെയാണ് ഒരു ഹൈ ഉണ്ടാക്കിയത്, ടാർഗറ്റ് അടിച്ച ശേഷം മാർക്കറ്റ് എവിടം വരെ ഒരു ഹൈ ഉണ്ടാക്കിയത്. മാർക്കറ്റ് ഇപ്പം ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞ് ഈ ബോക്സിന് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ വെളിയിന് മേലെ ആണെങ്കിൽ, ഈ ബോക്സിന് മേലെ ആണെങ്കിൽ നിങ്ങൾ ഹൈ എവിടെയാണ് അവിടെ വരെ നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഹൈ ഇതാ ഈ ബോക്സിന് ഇവിടം വരെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് നേരെ ഈ ഒരു ലെവൽ കാണിക്കും, ഗോൾഡൻ സോൺ. ആ ഒരു ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആവും. ഓക്കെ, ഇതാണ് ഹോൾ കറക്ഷൻ ഏരിയ. അതിന് പറയുന്ന പേരാണ് WCL. ഓക്കെ, ഹോൾ കറക്ഷൻ ഏരിയ എന്ന് വെച്ചാൽ ഇത്രയും സിഗ്സാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു ഫ്യൂവൽ, ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഫ്യൂവൽ എന്ന് പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് കീഞ്ഞ് വരും. ഓക്കെ, ഒന്ന് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന ഒരു ബൈ സോൺ അല്ലെങ്കിൽ ഒരു സെൽ സോൺ എന്ന് പറയുന്ന പേരാണ് ഈ WCL. അതിൽ ഒരു അവിടുന്ന് മാർക്കറ്റ് എവിടെയും പോകാം. ഓക്കെ, കൂടുതൽ ചാൻസ് മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെ പോകാൻ ചാൻസ്, ഇവിടുന്ന് പിന്നെ റിജക്ഷൻ കിട്ടാൻ തന്നെ ചാൻസ്. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഇതുപോലെ കീഞ്ഞ് താഴോട്ട് പോകാറുണ്ട്, ഇതുപോലെ മേലോട്ട് കീറി പോകാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ
സി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് WCL ട്രേഡ് എടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇതാ സി ഏരിയ നിന്ന് ടാർഗറ്റ് ഏരിയ നിന്ന് സ്റ്റോപ്പ് ലോസ് കുറച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇത്, ടാർഗറ്റ് ഇത്, നമ്മൾ WCലേക്ക് ടാർഗറ്റ് എടുക്കാം. നേരെ മാർക്കറ്റ് ഇവിടെ വരും. WCലേക്ക് എത്തിയ ശേഷം മാർക്കറ്റ് നേരെ റീട്രസ് ആവും, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴും, പക്ഷെ നമുക്ക് BCയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നിങ്ങൾ വരച്ച് നോക്കട്ടെ. ഇതെല്ലാവരും നോട്ടിൽ വരച്ച് നോക്കുന്നത്. ഇത് ഫസ്റ്റ് BC മെത്തേഡ്, സെക്കൻഡ് BC മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് BC മെത്തേഡാണ് ഞാൻ അടുത്ത് പറയേണ്ടി പോകുന്നത്. അത് ശ്രദ്ധിച്ച് കോട്ടുകളെ. ഓക്കെ, ഇത് 0 പോയിന്റ്, ഇത് A പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിബനാച്ചി വെച്ചിട്ട് നിങ്ങൾ ഒരു സിഗ്സാഗ് ഫോം ഉണ്ടോ നോക്കുക. 0 മുതൽ നിങ്ങൾ A വരെ വരക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഗോൾഡ് സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ബി സോൺ. ഓക്കെ, ബൈ സോൺ, ബേസിക് ബൈ സോൺ ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാനായിട്ടില്ല. അപ്പം ഈ ഇവിടെ കാണുന്ന A പോയിന്റ് ഇല്ലേ, ഈ A പോയിന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തായിരിക്കും. ബ്രേക്ക് ചെയ്ത് അപ്പോൾ തന്നെ നേരെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഫിബനാച്ചി എക്സ്റ്റൻഷൻ റൂൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ 0 A B. ഓക്കെ, ഇത്രയും വരക്കുക. ഇതുപോലെ നിങ്ങൾ വരക്കുക. ഒരു സൈഡ് ചെരിഞ്ഞ V ഷേപ്പ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടും, ഫിക്സ്ഡ് ആയിട്ട് ടാർഗറ്റ് കിട്ടും. ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരും. ഓക്കെ, ആ വരാൻ വേണ്ടി നമുക്ക് ട്രേഡ് എടുക്കണം. ഓക്കെ, ട്രേഡ് എടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എക്സാമ്പിളായിട്ട് ഇവിടം വരെ എത്തി. ജസ്റ്റ് വിസിന് മാർക്കറ്റ് നമ്മളെ ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ നിന്ന് വരെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിബനാച്ചി ടൂൾ എടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും നമ്മളെ ലോ. ഓക്കെ, മാർക്കറ്റ് എവിടെ വരെ ലാസ്റ്റ് ലോ ഉണ്ടാക്കിയത്. ഓക്കെ, നമ്മളെ ഗോൾഡൻ സോണിൽ മാർക്കറ്റ് എവിടെ ലാസ്റ്റ് ലോ ഉണ്ടാക്കിയത്, അവിടുന്ന് മുതൽ മാർക്കറ്റിൻ്റെ ടാർഗറ്റ് ഇല്ലേ, നമ്മൾ വരച്ച ടാർഗറ്റ് അവിടെ വരെ നിങ്ങൾ ഫിബനാച്ചി വെച്ച് വരക്കുക. എക്സാമ്പിളായിട്ട് ഇതുപോലെ നിങ്ങൾ ബിന്ന് നമ്മൾ സി വരെ വരക്കുക. സി എന്ന് വെച്ചാൽ ടാർഗറ്റാണ്. ഓക്കെ, ഈ സി വരെ വരക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗോൾഡൻ സോൺ കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കുള്ള BC. ഓക്കെ, ഇതാണ് ആക്യുറേറ്റ് BC. ഇത് നമുക്ക് കറക്റ്റ് എൻട്രി കിട്ടും. ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ, വലിയ ടാർഗറ്റാണ്. ഓക്കെ, അപ്പം ഈ B മുതൽ ഈ ടാർഗറ്റ് വരെയുള്ള ഏരിയ, ആ ഏരിയ നടുക്കുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അവിടെ നിന്നാണ് ബൈ വരിക. അവിടെയാണ് ബൈ സോണ്. ഓക്കെ, ആ ബൈ സോണാണ് ഇവിടെ കാണിച്ചിരുന്നത് ഗോൾഡൻ സോണായിട്ട്. ഓക്കെ, ഈ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് ടച്ച് ചെയ്യാതെ, ഓക്കെ, ടാർഗറ്റ് ടച്ച് ചെയ്തിട്ട് നമുക്ക് അത് എൻട്രി പോയിന്റ് അല്ല, നമുക്ക് അവിടെ എൻട്രി ഇല്ല. ടാർഗറ്റ് ടച്ച് ചെയ്ത് നമുക്ക് അവിടെ ഇനി എൻട്രിയേ ഇല്ല. ഓക്കെ, എൻട്രി വേണമെങ്കിൽ നമുക്ക് അവിടെ ടാർഗറ്റ് ടച്ച് ചെയ്യാണ്ട് പാടില്ല. അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് എങ്ങനെയെങ്കിലും ഒരു BCയിൽ എത്തണം. ഓക്കെ, അപ്പോൾ ഈ BC എങ്ങനെ വറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഓൾറെഡി വരക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിത് ജസ്റ്റ് Bയിൽ എൻ്റർ ചെയ്താൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ ഈ BC വരക്കാം. B മുതൽ C വരെ വരക്കാം. എൻ്റെ മാർക്കറ്റ് ഇതാ ഈ BC ബ്രേക്ക് ആയിട്ട് മുകളിലേക്ക് പോകും. പിന്നെയും ഈ BCയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഇവിടെ കിട്ടും. മനസ്സിലാകത്തൊക്കെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതാ B മുതൽ C വരെ BC നമ്മൾ ഫിബനാച്ചി വെച്ച് വരച്ചു. എന്നിട്ട് ഞാനിതാ Bന്ന് മാർക്കറ്റ് ഇതുപോലെ കയറി ഇതാ ഈ ഗോൾഡൻ സോൺ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കയറി പോയി മാർക്കറ്റ് പകുതിക്ക് നിന്ന് ഇനി മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നതാണ്. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഇതുപോലെ താഴോട്ടേക്ക് ഈ ഗോൾഡൻ സോണിലേക്ക് എൻ്ററായി. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. ടാർഗറ്റ് നേരെ ഈ സിയിലേക്ക്. ടാർഗറ്റ് നമുക്ക് ഫിക്സഡ് ടാർഗറ്റ് തന്നെയാണ്. നമ്മൾ എൻട്രി ഇവിടെ നിന്ന് എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബോക്സിന് തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഈ ബോക്സിന് തൊട്ട് താഴെ തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ, ചെറിയ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഈ തൊട്ട് തന്നെ വെക്കാം. ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം. ടാർഗറ്റ് ഫിക്സ്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും 1:4.98 നമുക്ക് ഇവിടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും റിസ്ക് റിവാർഡ് എടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് വലിയ ട്രേഡ് കിട്ടും. നല്ല ബാങ്ക് നിഫ്റ്റിയാണ് നമുക്ക് 400-500 പോയിന്റ്സ് ഒക്കെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നല്ല ട്രേഡ്സ് കിട്ടും. ചില സമയം നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് അങ്ങനത്തെ രീതിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, എങ്ങനെ ആയി കഴിഞ്ഞാലും കിട്ടുന്ന ട്രേഡ് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ചെടുക്കാം. ഓക്കെ, BC കറക്റ്റാണോ, B കറക്റ്റാണോ, WCL നിങ്ങൾ മുന്നേ വരക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, WCL കറക്റ്റ് ഏരിയയിലാകണം വരുമോ, എന്തെങ്കിലും മാനിപ്പുലേഷൻ എപ്പോഴും ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ നോക്കി ന്യൂസൊക്കെ നോക്കിയിട്ട് ന്യൂസിൻ്റെ സമയമൊന്നും ട്രേഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു BC, ഓക്കെ, 2 തരം BC ആണ് പറഞ്ഞിരിക്കുക. ഓക്കെ, ഒരു BC എന്ന് പറയുമ്പോൾ മാർക്കറ്റ് B മുതൽ മാർക്കറ്റ് എവിടെ ഒരു ഹൈ ഉണ്ടാക്കി അവിടെ വരെ വരക്കുക ഫിബനാച്ചി വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു BC കിട്ടും, ഒരു സോൺ കിട്ടും. ആ സോണിൽ മാർക്കറ്റ് എൻട്രും റിജക്ഷൻ കിട്ടും, ടാർഗറ്റിലേക്ക് പോകും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് Bയിൽ എൻ്റർ അപ്പോൾ തന്നെ കിട്ടുന്നതാണെങ്കിൽ B മുതൽ C വരെ മീൻസ് നമ്മൾ ടാർഗറ്റ് ഏരിയ വരെ വരക്കാം. എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ സോൺ കിട്ടും. ആ ഗോൾഡൻ സോൺ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും ആ ഗോൾഡൻ സോണിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ട്രേഡ് കിട്ടും. ടാർഗറ്റ് ഇവിടെ, സ്റ്റോപ്പ് ലോസ് വിടാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നും റിജക്ഷൻ ആയിട്ട്, ഓക്കെ, ഇവിടെ നിന്നും നമുക്ക് റിജക്ഷൻ കിട്ടി മാർക്കറ്റ് അടുത്ത WCL ഏരിയക്ക് വരും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഹോൾ കറക്ഷൻ ലെവലിലേക്ക് വരും. അത് അങ്ങനെ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും 0. ആ 0 മുതൽ മാർക്കറ്റ് എവിടം വരെയാണ് ലാസ്റ്റ് ഒരു ടാർഗറ്റിലേക്ക് കയറി പോയത്
അവിടം വരെ വെക്കാം. അപ്പോൾ മാർക്കറ്റ് ഇപ്പം ഈ ബോക്സിന് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരെ വരക്കാം. അതിന് ഹൈ എവിടെ വരെയാണ്, ഹൈ എവിടെ വരെ അവിടെ വരെ വരക്കാം. ഞാൻ ഇപ്പോൾ ഹൈ എക്സാമ്പിളായിട്ട് ഇവിടുന്ന് വരെ വരക്കണം. ഓക്കെ, എക്സാമ്പിളായിട്ട് ഹൈ ഇവിടെ വരെ ഉള്ളൂ, അവിടെ വരെ അയച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഗോൾഡൻ സോൺ. ഓക്കെ, ഇതാണ് എൻ്റെ ഗോൾഡൻ സോൺ. ഇനി അടുത്ത മാർക്കറ്റ് ഇവിടെ വരാൻ ഹൈ ചാൻസ് ആണ്. ഓക്കെ, ഹൈ ചാൻസ് ആണ് മാർക്കറ്റ് ഇനി ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ആ മാർക്കറ്റ് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതാ ഈ ഒരു ടാർഗറ്റ് ഏരിയയിൽ നിന്ന് നമ്മൾ WCL ഹോൾ കറക്ഷൻ ഏരിയയിലേക്ക് വന്നു. മാർക്കറ്റ് ഇവിടുന്ന് ഒന്നെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ തരാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രേഡ് കയറി പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് താഴ്ത്തു പോകും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മളെ SK സിസ്റ്റം. ഇത്രയേ ഉള്ളൂ, ഇനി ഒന്നുമില്ല. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ B പഠിച്ചു, BC പഠിച്ചു, 2 തരം BC പഠിച്ചു, WCL പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ ഏത് സാഹചര്യങ്ങളിലാണ് നമ്മൾ B ഉപയോഗിക്കേണ്ടത്, BC, പിന്നെ നമുക്ക് ചില നമുക്ക് 2 തരം നമുക്ക് BC വരും. അതൊക്കെ എങ്ങനെ ലൈവ് ചാർട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കി ബാക്കോട്ട് സ്കിപ്പ് അടിച്ച് കേട്ടാൽ മതി. വളരെ സിമ്പിളാക്കി ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഫസ്റ്റ് BC, സെക്കൻഡ് BC എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് BC ആണ്. ഇത് നമ്മളെ BC ബ്രേക്ക് ആയിട്ട് പിന്നെയും BC കയറേണ്ട ആവശ്യമില്ല. സെക്കൻഡ് BC എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ BC ബ്രേക്ക് ആയിട്ട് പിന്നെയും BCയിലേക്ക് കയറണം, എന്നാലും മാത്രം നമുക്ക് BC കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്താണ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് BC, ഇതാണ് സെക്കൻഡ് BC. ഫസ്റ്റ് BC, ഇത് സെക്കൻഡ് BC. ഓക്കെ, ഇത് WCL റിജക്ഷന് മനസ്സിലായില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എഴുതി വെക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ആക്കി വെക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി റിയൽ ചാർട്ടിലേക്ക് ഇറങ്ങാം. ഇനിയാണ് കളികൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ലൈവ് ചാർട്ട് കയറി നോക്കിയാൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ലൈവ് ചാർട്ട്. 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ 1 മന്തിലൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാം. ഓക്കെ, സിഗ്സാഗ് ഫോർമേഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ട്രേഡ് വരച്ച് നോക്കാം. ട്രേഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു BC കിട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എൻട്രി ചെയ്യണം. ഓക്കെ, ഇവിടുന്ന് ഒരു ട്രേഡ് ഉണ്ട് തോന്നുന്നുണ്ട്, ഒരു സിഗ്സാഗ് ഫോർമേഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് 0 ഞാനിപ്പം ഒരു Aയിലേക്ക് വരച്ചു. ഓക്കെ, കറക്റ്റ് നമ്മളെ ഗോൾഡൻ സോണിലേക്ക് തന്നെ എൻ്റർ ആയിട്ടുണ്ട്. കറക്റ്റ് ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് B. ഇനി നമ്മൾക്ക് ടാർഗറ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ കണ്ടുപിടിക്കണം. അത് യൂസ് ചെയ്ത് ഇതാക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഡ്രോ ചെയ്യാം. 0 A B C. ഓക്കെ, ഇനി ഇങ്ങനെയാണ് സംഭവിക്കാം. ഓക്കെ, Bയിൽ എൻ്റർ ശേഷം A ബ്രേക്ക് ചെയ്താൽ നേരെ Cയിലേക്ക് ടാർഗറ്റിലേക്ക് പോവാം മാർക്കറ്റ്. ഇനി ഞാൻ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ വെച്ചിട്ട് ഞാൻ 0 A B, അപ്പോൾ ബിൻ്റെ ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു ബോക്സിൽ ഗോൾഡൻ സോണിൽ ആ ബോക്സിൽ ഇവിടെ ടച്ച് ആയിട്ടുണ്ട്, എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ ഞാൻ നമ്മൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ വെച്ച് വരച്ചു. അപ്പോൾ ടാർഗറ്റ് എവിടെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാർഗറ്റ് ജസ്റ്റ് വരക്കാം, ഡ്രോ ചെയ്യാം. ഇതാണ് ടാർഗറ്റ്. ഓക്കെ, ഇതാണ് ടാർഗറ്റ് C. ഇനി നമുക്ക് BC കിട്ടുമെന്ന് നോക്കാം. നിങ്ങളിവിടെ കാണുന്നില്ലേ, നിങ്ങളിത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മാർക്കറ്റ് ജസ്റ്റ് ഒരു റിജക്ഷൻ ആണ് കിട്ടിയേക്ക്. ശരിക്കും നോക്കണം, ഇവിടെ റിജക്ഷൻ ആണ് കിട്ടിയേക്ക്. വലിയൊരു ബ്രേക്ക് പോലെ എനിക്ക് തോന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് മാർക്കറ്റ് കയറി Bയിലേക്ക് കയറി, പിന്നെ നിങ്ങൾക്ക് ഇതാ ഒരു A ഉണ്ടാവും, ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടിട്ട് പിന്നെയും മാർക്കറ്റ് ഈ B ഏരിയ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് B കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ടൈപ്പിൽ B കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കേണ്ട വെച്ചാൽ നിങ്ങളെ ഫിബൊനാച്ചി ടൂൾ എടുക്കുക, നിങ്ങൾ 0 മുതൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ വരെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഗോൾഡൻ സോൺ. ഈ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആവും. ഓക്കെ, ജസ്റ്റ് മിസ്സിന് എൻ്റർ ആയിട്ടില്ല, പക്ഷേ എനിക്ക് എൻ്റർ ആയിട്ട് വേണം കണക്കാക്കണമെങ്കിൽ എൻ്റർ കണക്കാക്കാം. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു സ്കാൽപ്പിംഗ് മെത്തേഡാണ്. ഓക്കെ, ശരിക്കും ഒരു സ്കാൽപ്പിംഗ് മെത്തേഡാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ട്രേഡ് ഇല്ല. ഇതാണ് സ്റ്റോപ്പ് ലോസ്. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ എവിടെയാണ് ശരിക്കും ടാർഗറ്റ് അവിടെ വരെയാണ് സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഫസ്റ്റ് എൻട്രി ഇവിടെ കറക്റ്റാണ്, കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. എന്താ
കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ്. ഓക്കെ പോരെ. ഇനി നമുക്ക് അടുത്തൊരു സിഗ്സാഗ് ഫോം ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ കാണാൻ സാധിക്കും കറക്റ്റ് നമ്മളെ സി തന്നെ കയറി പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ WCയിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, WCയിൽ കിട്ടണമെങ്കിൽ നമ്മളിത് ഫുള്ള് വരയ്ക്കേണ്ടി വരും. ഇനി മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ നേരെ WCയിലേക്കാണ് കയറി വരിക. ഓക്കെ, WCയിൽ വരയ്ക്കാം, കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. 0 മുതൽ നേരെ മാർക്കറ്റ് എവിടെ വരെയാണ് കയറിപ്പോയത് അവിടെ വരെ വരയ്ക്കാം. ഓക്കെ, ടാർഗറ്റ് എവിടെ വരെ അടിച്ച് നോക്കാം. ടാർഗറ്റ് അടിച്ചു, കയറിപ്പോയി. ഓക്കെ, ഇല്ല, ഇതാണ് ഹോൾ കറക്ഷൻ ലെവൽ. ഓക്കെ, ഇവിടുന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് റിജക്ഷൻ കിട്ടി. ഓക്കെ, ഇതാണ് WCL. ചില സമയത്ത് WCL കുറേ മാർക്കറ്റ് കയറിയൊക്കെ പോകും. കയറി പോയിട്ട് കുറേ കയറി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ WCL കിട്ടുക. ഏതായി കഴിഞ്ഞാലും WCL മാർക്ക് ചെയ്ത് വെക്കുക. കാരണം അത് നല്ല റിജക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കാണാൻ സാധിക്കും WCL കറക്റ്റായിട്ട് നമുക്ക് റിജക്ഷൻ കിട്ടി കയറി പോയിട്ടുണ്ട് മാർക്കറ്റ്. അത് വിട്ട് കളയാം. അത് നമുക്ക് അടുത്ത മിനി സിഗ്സാഗ് നോക്കാം. ഇതൊരു പക്കാ സിഗ്സാഗ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും 0 A B C. മേലെ ടാർഗറ്റ് എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഫിബൊനാച്ചി ഡ്രോ എടുക്കുക. 0 മുതൽ A വരെ വരക്കുക. ഇവിടെ കാണാൻ സാധിക്കും കറക്റ്റ് നമ്മളെ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണ് B സോൺ. ഓക്കെ, B സോണിൽ മാർക്കറ്റ് എൻ്റർ ആയി. ഇനി നിങ്ങൾ ഈ A ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഈ A ഏരിയ മാർക്കറ്റ് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി മാർക്കറ്റ് നമുക്ക് റിജക്ഷൻ കിട്ടും. ഓക്കെ, A ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ചാൻസ് ആണ് ഒരു റിജക്ഷന് വേണ്ടിയിട്ട്. ആ റിജക്ഷൻ നമുക്ക് എവിടെ നിന്ന് ആവാം, ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് കയറി പോയിട്ട് പിന്നെ റിജക്ഷൻ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കയറിയ അപ്പം തന്നെ റിജക്ഷൻ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ റിജക്ഷൻ കിട്ടിയെന്ന് വരാം. ഇതിവിടെ കാണാൻ സാധിക്കും. ഇത് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ B ഏരിയ തന്നെ വന്നിക്കുക. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ 0 മുതൽ എവിടം വരെ ലാസ്റ്റ് ഒരു ഹൈ ഉണ്ടാക്കി അവിടം വരെ വരയ്ക്കുക. ഇവിടെ കണ്ടോ, കറക്റ്റ് കണ്ടോ ഈ ഗോൾഡൻ സോൺ. അതിനപ്പുറം പോകില്ല മാർക്കറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ ട്രേഡുകൾ എടുക്കൽ സ്കാൽപ്പ് ചെയ്യാൻ പറ്റും. ടാർഗറ്റ് എഴുതി വെക്കാൻ വേണ്ടി ഫസ്റ്റ് ടാർഗറ്റ് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ വെച്ച ടാർഗറ്റ് തന്നെ. ഓക്കെ, അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, ഈ ബോക്സിന് തൊട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആക്കാൻ വേണ്ടി പറ്റും. സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് എവിടെ നോക്കാം. ടാർഗറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഓക്കെ, ഈ B ഏരിയയിൽ നിന്നാണ് നിങ്ങൾ ടാർഗറ്റ് എടുക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ B ഏരിയയിൽ ഓൾറെഡി പിന്നെ ഒരു B ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു B ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അതിന് മുമ്പത്തെ സ്ട്രക്ചർ ആയിരിക്കും നിങ്ങൾക്ക് 0 ആക്കി എടുക്കേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഇത് ഒരു B ആണ്. ഓക്കെ, ഇതൊരു സിഗ്സാഗ് ആണ് ഫോം ചെയ്തൊക്കെ. പക്ഷേ ഈ സിഗ്സാഗ് ഇവിടെ നമുക്ക് ഫെയിൽ ആയിട്ടുണ്ട്. കാരണം B തന്നെ പിന്നെ വന്നിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അതുകൊണ്ടും ഇവിടെ കറക്റ്റ് വേറെ സിഗ്സാഗ് ഇവിടെ കറക്റ്റ് ഇവിടെ ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, നമുക്ക് ടാർഗറ്റ് ഒന്ന് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് 0 A B. ഓക്കെ, അപ്പോൾ ഇതൊരു നമുക്ക് B പോയിന്റ് ആണ്. ഓക്കെ, സ്കാൽപ്പ് മാത്രം ഉപയോഗിക്കുക. ഈ B പോയിന്റ് ഇതാണ് ശരിക്കുള്ള B പോയിന്റ്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഇത് ഫെയിൽ ആയപ്പോൾ ഉണ്ടായ B സോൺ. ഓക്കെ, ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഈ കാണുന്ന ഹൈ ആണ്, ഹൈ ആണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ശരിക്കുള്ള ടാർഗറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ കാണുന്ന എല്ലാ സിഗ്സാഗ് എല്ലാം മാർക്ക് ചെയ്യുക, എല്ലാ ട്രേഡ് എടുക്കുക, ഒന്നും മിസ്സാക്കാൻ പാടില്ല. എല്ലാ ട്രേഡ് എടുക്കുക, ഒന്നും മിസ്സാക്കരുത്. ചാർട്ട് ഫുള്ള് നിങ്ങൾ ഇതുപോലെ വരച്ചിടുക. എന്ത് വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് മനസ്സിലാവും അടുത്ത മാർക്കറ്റ് എവിടെ പോകും, നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയി മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതെല്ലാം കറക്റ്റ് സിഗ്സാഗ് ആണ്. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് സിഗ്സാഗ് ഫോർമേഷൻ ആണ്. ഓക്കെ, 0 A B C സിഗ്സാഗ് കണ്ട ടാർഗറ്റ് ഫുള്ളി അടിച്ചാണ്. ഓക്കെ, ടാർഗറ്റൊക്കെ അടിച്ച് അണ്ണാക്കിൽ കിട്ടിക്ക്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സിഗ്സാഗ് ഫോർമേഷൻ നോക്കാം. അടുത്ത സിഗ്സാഗ് ഫോർമേഷൻ ഇതെവിടെ, ഇതൊരു സിഗ്സാഗ് ആണ്, ഇതൊരു സിഗ്സാഗ് ആണ്. നമുക്ക് ഒന്ന് എടുക്കാം. 0 A ഇവിടെ കാണാൻ സാധിക്കും ഗോൾഡ് സോണിൽ മാർക്കറ്റ് എൻ്റർ ആയി. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് B സോണ്. ഓക്കെ, അപ്പോൾ ഈ B സോണിൽ ഇവിടെ കാണാൻ സാധിക്കും ഒരു ഹൈ. ആ ഹൈ ഇവിടെ നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്യാൻഡിൽ ക്ലോസ് അല്ല കിട്ടിയ റിജക്ഷൻ ആണ് ഇവിടെ കിട്ടിയിരിക്കുക. ഓക്കെ, നല്ല റിജക്ഷൻ ഇവിടെ കിട്ടി. അവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അടുത്ത B ആയിട്ട് ഇത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ അടുത്ത B. കാരണം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു A ആണ് നമ്മളെ ബ്രേക്ക് പോയിന്റ്. ഓക്കെ, മനസ്സിലായില്ലേ? എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ
0. ഇതാണ് എ, ഇതാണ് ബി. പക്ഷേ ഇതാണ് നമ്മുടെ എൻ്റെ നമ്മളെ കൺഫർമേഷൻ പോയിന്റ്. ഈ കൺഫർമേഷൻ പോയിന്റ് ഇവിടെ കറക്റ്റ് റിജക്ഷനെ കിട്ടിയേക്കെ, വിക്ക് റിജക്ഷനെ കിട്ടിയേക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് മാർക്കറ്റ് മുകളിൽ പോകുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷമാണ് മാർക്കറ്റ് ഇതുപോലെ പുതിയൊരു സ്ട്രക്ചർ, ഒരു സിഗ്സാഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സെക്കൻഡ് ബി. ഓക്കെ, സെക്കൻഡ് ബി എന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, സെക്കൻഡ് ബി എന്ന് ട്രേഡ് എടുത്തു. അപ്പം നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടതെന്ന് പറയുമ്പം ടാർഗറ്റ് വെക്കേണ്ടത് സെക്കൻഡ് ബീൻ്റെ 0A, എവിടെ വരെ ലാസ്റ്റ് ബി സോൺ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയത് അവിടെ ഒരു ലോ വരെ വരക്കുക. ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് കണ്ട. ഇതൊക്കെ അടിപൊളിയായിട്ട് മാർക്കറ്റ് പറന്നു പോയതാണ്. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. മനസ്സിലായില്ലേ? എൻ്റെ കണക്ക് മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ. ഇതൊക്കെ സിഗ്സാഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 2-3 തവണ ഇവിടെ സിഗ്സാഗ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ടാർഗറ്റിൻ്റെ പകുതിക്ക് തന്നെ നമുക്കിത് നിർത്തിയിട്ട് പുതിയ ടാർഗറ്റ് നോക്കേണ്ടി വരും, പുതിയ നമുക്ക് എൻ്റർ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇതൊരു നല്ല ട്രേഡാണ്. ഓക്കെ, നല്ല ട്രേഡാണ്, നല്ലൊരു സിഗ്സാഗ് ആണ്. 0A. അപ്പം നമുക്ക് ടാർഗറ്റ് വരക്കാം. 0AB. ടാർഗറ്റ് 100% ഹിറ്റ്. ഇവിടെ കണ്ടോ, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് ബി പോർഷൻ എൻ്റർ ആയി. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ബി സി കിട്ടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ബി സി? ഞാൻ കാണുന്നുണ്ട് ഒരു ബി സി. ഇവിടെ കറക്റ്റ് ഒരു ബി സി ഉണ്ട്. ഓക്കെ, ഇവിടെ കറക്റ്റ് ഒരു ബി സി ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബി സി. ഓക്കെ, ഫസ്റ്റ് ബി സിയിൽ മാർക്കറ്റ് ആ ഒരു ബോക്സിലേക്ക് എൻ്റർ ആയി. നമുക്ക് ഇതിൻ്റെ എൻട്രി ട്രേഡ് എടുക്കാം. ഈ ബോക്സിൽ എൻ്റർ ആയ ശേഷം സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിലും ടാർഗറ്റ് നമ്മുടെ ഫിക്സ്ഡ് ടാർഗറ്റ് തന്നെ. അപ്പോൾ 1:1 ആണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ്. ഓക്കെ, അത് ഒഴിവാക്കി കളയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ബി സിയും ഫസ്റ്റ് ബി സിയും സെക്കൻഡ് ബി സിയും മനസ്സിലായില്ലേ? പിന്നെ ഒരു ബി ഫെയിൽ ആയാലും അടുത്ത ബി എങ്ങനെ എടുക്കേണ്ടത് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ബി ഇപ്പോൾ ഒരു ബി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ബി നിങ്ങൾ എടുക്കുന്ന നേരം അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എ പോയിന്റ് ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾ ആ ഒരു ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ വെച്ച് വരച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ടാർഗറ്റ് കിട്ടും. ആ ടാർഗറ്റ് നിങ്ങൾ സെക്കൻഡ് ടാർഗറ്റ് വെക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഗോൾഡിൽ ട്രേഡ് എടുത്തായിരുന്നു. അത് ഇവിടെ എവിടെയോ ട്രേഡ്, ഞാനിത് ചാർട്ട് ഫുൾ ക്ലിയർ ആക്കിയപ്പം അത് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടായിരുന്നു. അത് ഞാൻ ട്രേഡിൻ്റെ എന്താ പറയുക സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ എനിക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ ഇതൊരു കറക്റ്റ് നമുക്കൊരു സിഗ്സാഗ് ആണ്. ഓക്കെ, ഇവിടെ കണ്ടില്ല, ഇത് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ഇതൊരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഹോൾ കറക്ഷൻ ഏരിയ വരക്കാം. 0 to C വരെ വരച്ചു. അപ്പോൾ നമ്മളെ ഹോൾ കറക്ഷൻ ഏരിയ WCലേക്ക് മാർക്കറ്റ് വന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഒരു സിഗ്സാഗ്. ഓക്കെ, ഇവിടെയും കാണാൻ സാധിക്കും സിഗ്സാഗ്, ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു നല്ലൊരു സിഗ്സാഗ് ആണ്. ഇവിടെ മാർക്കറ്റ് സഡൻ ഒരു ഫാൾ വന്നു ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെയും ഇവിടെ നമുക്കൊരു ചെറിയൊരു അത്ര ശരിയാവാത്തൊരു പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, നല്ലൊരു സിഗ്സാഗ് ഫോർമേഷൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് ഒരു എ ഏരിയയിലും കറക്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബി സിയിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് കിട്ടുമോ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു ഫിബൊനാച്ചി വരക്കണം. ഓക്കെ, 0 മുതൽ എ വരെ വരച്ചു. അപ്പോൾ കറക്റ്റ് മാർക്കറ്റ് ഈ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി. അപ്പോൾ അതിന് പറയുന്ന പേര് ബി ആണ്. അപ്പോൾ ബി ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ടാർഗറ്റ് കണ്ടുപിടിക്കണം. ടാർഗറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ എടുക്കുക. 0AB. അപ്പോൾ നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമ്മളെ ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ബി സി എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫിബൊനാച്ചി ടൂൾ എടുക്കുക. നിങ്ങളെ ബീൻ്റെ ഹൈ ഇല്ലേ, ആ വിക്ക് മുതൽ നിങ്ങൾ നേരെ താഴോട്ട് കൊണ്ടുവരാം. മാർക്കറ്റ് എവിടം വരെ ലാസ്റ്റ് പോയത് അവിടം വരെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഗോൾഡൻ സോണിൽ മാർക്കറ്റ് ടച്ച് ആയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ പെന്നിങ് താഴോട്ട് കൊണ്ടുവരിക. അപ്പം ജസ്റ്റ് മിസ്സിന് മാർക്കറ്റ് ഇവിടെ ഗോൾഡൻ സോണിലേക്ക് എൻ്റർ ആയില്ല. അഥവാ എൻ്റർ ആയാൽ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു സെക്കൻഡ് ബി സി കിട്ടുമായിരുന്നു. ഓക്കെ,
നമ്മൾ സെക്കൻഡ് ബി സിൻ്റെ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തു, പിന്നെയും മുകളിൽ കയറാൻ നോക്കി, ബോക്സ് കയറാൻ നോക്കി, പക്ഷെ ബോക്സിൽ കയറാൻ പറ്റിയില്ല. ജസ്റ്റ് മിസ്സിന് ഇവിടെ കാണാൻ പറ്റും, ജസ്റ്റ് മിസ് ഒരു ഗ്യാപ്പ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അഥവാ ഈ ബോക്സ് കയറിയിട്ടുണ്ട് നമുക്ക് ട്രേഡ് കിട്ടായിരുന്നു, പക്ഷെ ട്രേഡ് കിട്ടിയില്ല, ബോക്സിൽ കയറിയില്ല. ഇത് സെക്കൻഡ് ബി സി ആണ്, സെക്കൻഡ് ബി സിയിൽ ട്രേഡ് കിട്ടിയില്ല, അപ്പോൾ ഈ ട്രേഡ് നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു WCയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ സി വെച്ചു, ട്രേഡ് ഇല്ല, ഒരു ട്രേഡ് നമുക്ക് ഇവിടെ ഒഴിവായിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് ഒന്ന് കയറാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ WC എങ്ങനെ വരക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 0 മുതൽ മാർക്കറ്റ് സി മീൻസ് ടാർഗറ്റ് എവിടം വരെയാണോ മാർക്കറ്റ് പോയത്, കീഞ്ഞ് പോയത്, ടാർഗറ്റിൽ എത്തിയ ശേഷം മാർക്കറ്റ് എവിടം വരെയാണോ പോയത് അവിടം വരെ വരക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു A പോയിന്റ് മുതൽ മാർക്കറ്റ് എവിടം വരെ കീഞ്ഞ് പോയി നോക്കി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മാർക്കറ്റ് ഇറങ്ങി വന്ന ഇവിടം വരെയാണ്. ഓക്കെ, ഈ പോയിന്റ് വരെ ലാസ്റ്റ് മാർക്കറ്റ് ഇറങ്ങി വന്നത് ഈ ഒരു പോയിന്റ് വരെ. ഓക്കെ, അവിടെ വരെ ഞാൻ നമ്മളെ ഫിബൊനാച്ചി റൂൾ വെച്ചിട്ട് ഇവിടുന്ന് മുതൽ ഞാൻ ഇവിടം വരെ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു ഗോൾഡൻ സോൺ കിട്ടിയില്ലേ, ഇതാണ് ഗോൾഡൻ സോൺ. ഈ ഗോൾഡൻ സോൺ ഇതാ മാർക്കറ്റ് കറക്റ്റായിട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഇവിടുന്ന് വേണം ട്രേഡ് എടുക്കാം, താഴോട്ടേക്ക് റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് സി എന്നില്ല, ഇതാണ് നമ്മൾ സി എന്ന് വേണം ഇവിടുന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാണെങ്കിൽ മുകളിലേക്ക് എങ്ങനെ പോയാലും നമുക്ക് നമ്മളെ എന്താ പറയുക ഈ WCL ഹോൾ കറക്ഷൻ ഏരിയയിലേക്ക് മാർക്കറ്റ് വരും. ഓക്കെ, മാർക്കറ്റ് ഇതാ ഹോൾ കറക്ഷൻ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മാർക്കറ്റ് റിജക്ഷൻ കിട്ടാം, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അത് വിട്ട് കളയാം. ഓക്കെ, മനസ്സിലായില്ലേ, ട്രേഡ് മനസ്സിലായില്ലേ. ഇനി അടുത്ത സിഗ്സാഗ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു സിഗ്സാഗ് ആണ് അവിടെ വന്നിട്ടുള്ളത്. 0 മുതൽ A വരെ വരയ്ക്കുക. ഓക്കെ, 0 മുതൽ A വരെ വരച്ചു. കറക്റ്റായിട്ട് നമ്മളെ ബി സോൺ തന്നെ മാർക്കറ്റ് വന്നു. ഇതാണ് ബി സോണ്. ഓക്കെ, 0 A B C. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ A പോയിന്റ്, ഇതാണ് നമ്മുടെ A പോയിന്റ്. ഈ A പോയിന്റ് കറക്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഒരു BC ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ അവിടെ BC സെറ്റ് ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാർഗറ്റ് വരക്കാം. ടാർഗറ്റ് വരച്ച ശേഷം മാത്രം നിങ്ങൾ BC വരക്കാം. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എല്ലാ BCയും വരച്ചിട്ടേക്ക്. ഓക്കെ, ആദ്യം സെക്കൻഡ് BC നിങ്ങൾ മാക്സിമം വരഞ്ഞിടുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ടാർഗറ്റിൻ്റെ അടുത്തെത്തണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ B മുതൽ ആ ടാർഗറ്റ് ഉള്ള ഏരിയ വരച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഗോൾഡൻ സോൺ കിട്ടും. ആ ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ടാർഗറ്റ് വരഞ്ഞ് നോക്കാം. ഓക്കെ, A B. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ടാർഗറ്റ്. ടാർഗറ്റ് ഈസ് ദിസ് ഇസ് അവർ ടാർഗറ്റ്. ഓക്കെ, C ഈസ് മൈ ടാർഗറ്റ്. ഡൺ. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, ഇപ്പം തന്നെ കുറേ ടൈം ആയിട്ടുണ്ട് വീഡിയോ. ഓക്കെ, അപ്പം ഫുള്ള് കണ്ടോലേക്ക് ഇത് ഞാൻ എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണോ മനസ്സിലാക്കി അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ ട്രേഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചിന്താഗതി പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിതാ ഒരു രണ്ടാമത്തെ BC കിട്ടും നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് B മുതൽ ഞാൻ ഫിബൊനാച്ചി വെച്ചിട്ട് നേരെ വരക്കാണ് കേട്ടോ, നമ്മളെ C വരെ കറക്റ്റായിട്ട് മാർക്കറ്റ് ഇതാ ഇതുപോലെ നമ്മൾ ഗോൾഡൻ സോണ് ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് മുകളിൽ ബ്രേക്ക് ചെയ്തു, പിന്നെയും ഗോൾഡൻ സോണിലേക്ക് മാർക്കറ്റ് എൻ്ററായി, ട്രേഡ് കിട്ടി, ട്രേഡ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ബോക്സിന് തൊട്ട് താഴെയുണ്ട്. ടാർഗറ്റ് നേരെ നമ്മളെ ഫിക്സഡ് ടാർഗറ്റ്. അപ്പം 1:3 റിസ്ക് റിവാർഡ് നമുക്ക് ട്രേഡ് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് മിനിമം ട്രേഡ്. ബാക്കിയൊക്കെ നിങ്ങൾ മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടതാണ്. ഈ സ്ട്രക്ചർ ഇത്രത്തോളം മുന്നോട്ട് പോവുമോ, കാര്യമുണ്ടോ, അതൊക്കെ മനസ്സിലാവും സിമ്പിളായിട്ട് തന്നെ. ഓക്കെ, ഇവിടെ വേറെ സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യുന്നത്, അതൊക്കെ ഓരോ സ്ട്രക്ചറാണ് ഇവിടെ കണ്ടുക. എന്താ ഫിബൊനാച്ചി 0 മുതൽ A വരെ വരച്ചു. നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് ഇല്ലേ, താഴേക്കാന്ന് A0 ഇല്ലേ, ആ 0 വരെ ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് വാലിഡ് ആണ്. നമുക്ക് ടാർഗറ്റ് വരച്ച് നോക്കാം. 0 A B ടാർഗറ്റ് ചെയ്ത്, ടാർഗറ്റ് പണ്ട് ഹിറ്റായി. ഓക്കെ, ഇതാണ് നമ്മുടെ A പോയിന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. നമുക്ക് ഇനി ഒരു അടിപൊളി BCക്ക് വേണ്ടി വെയിറ്റ് ആക്കാം. അപ്പോൾ BCക്ക് വേണ്ടി നിങ്ങൾ രണ്ടുതരം BC വരച്ചിട്ടേക്ക്. ഓക്കെ, B മുതൽ C വരെ നിങ്ങൾ ജസ്റ്റ് വരക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് BC, സോറി ഇത് സെക്കൻഡ് BC ആണ് പറഞ്ഞേ, ഇത് സെക്കൻഡ് BC ആണ്. ഓക്കെ, സെക്കൻഡ് BC ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് BC വരച്ച് നോക്കാം. ഫസ്റ്റ് BC കിട്ടിക്കേണ്ട സെക്കൻഡ് BC വരക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ ഇതാ മാർക്കറ്റ് ഇവിടം വരെ കയറി കറക്റ്റ് ഇതാ മാർക്കറ്റ്
ട്രേഡ് കിട്ടി. ഫസ്റ്റ് ബി സിയിൽ നമുക്ക് ട്രേഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വരക്കാട്ടോ. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ചുവന്നാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 1:1.44 അതാണ് റിസ്ക് റിവാർഡ്. ഓക്കെ, റിസ്ക് കുറക്കണമെങ്കിൽ നമുക്ക് റിസ്ക് കുറക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. ഇതൊക്കെ സിഗ്സാഗ് ആണ്. ഇതാ 0A. ഓക്കെ, അപ്പം നമുക്കിത് ഒന്ന് മാർക്ക് ചെയ്യാം. 0ABC. അപ്പം നമ്മളെ ബി സോണിലേക്ക് മാർക്കറ്റ് എൻ്റർ ആയി. നമ്മളെ 0ലേക്ക് മാർക്കറ്റ് ടച്ച് ആയിട്ടില്ല. ജസ്റ്റ് മിസ്സിന് ഇതാ ഇവിടെ കണ്ട, ജസ്റ്റ് മിസ്സിന് നമുക്ക് ഒഴിവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ടാർഗറ്റ് വരഞ്ഞു നോക്കാം. ടാർഗറ്റ് വരാൻ വേണ്ടി നിങ്ങൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ റൂൾ എടുക്കുക. 0 വരക്കുക, എ വരക്കുക, ബി വരക്കുക. ബി എവിടെ വരെയാണ് കീറിപ്പോയത് ഹൈ ഉണ്ടാക്കി അവിടെ വരെ വരക്കുക. ടാർഗറ്റ് കിട്ടി. കറക്റ്റ് ടാർഗറ്റ് തന്നെ മാർക്കറ്റ് വന്നു. കറക്റ്റ് മാർക്കറ്റ് ഇതാ ടാർഗറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, വളരെ 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 സിമ്പിൾ പരിപാടി. ഓക്കെ, ജസ്റ്റ് ഡ്രോ ചെയ്താൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് 1-2 തവണ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, പിന്നെ അങ്ങോട്ട് ശരിയാവും. ഓക്കെ, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പഠിച്ച ശേഷം ഇത് മാർക്കറ്റിൽ കാണുമ്പോൾ നമ്മൾ ഫുള്ള് കൺഫ്യൂഷൻ ആവാം. സിഗ്സാഗ് ഇല്ലേ, അത് എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ വരച്ചിടാം. തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഓവറോൾ നിങ്ങൾക്ക് അത് ശരിയായിട്ട് കിട്ടും എങ്ങനെ പോയല്ലോ ലാസ്റ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു ഡൗൺഫോൾ ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഡൗൺഫോൾ ആണ്. ഓക്കെ, നല്ലൊരു ഡൗൺഫോൾ അവിടെ കിട്ടിയേക്ക്. ഈ ഡൗൺഫോളിൻ്റെ ഫസ്റ്റ് മുതൽ എവിടുന്നാണ് ഡൗൺഫോൾ തുടങ്ങുന്നത് അവിടുന്ന് മുതൽ സിഗ്സാഗ് കണ്ട് വരച്ച് തുടങ്ങുക. ഓക്കെ, എന്നിട്ട് എവിടുന്നാണ് ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് മുതൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ഏതൊക്കെയാണ് ഭാഗത്തൊക്കെ പോകുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു ബി സിയോ അല്ലെങ്കിൽ എ ബിയോ എന്ത് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫിബൊനാച്ചി ടൂൾ എടുത്തു. ബിന്ന് ലേറ്റസ്റ്റ് ഉണ്ടാക്കി ഹൈയിലേക്ക് വരച്ചു, കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നമ്മളെ സെക്കൻഡ് ബി സി നോക്കാം. സെക്കൻഡ് ബി സി നമുക്ക് ട്രേഡ് കിട്ടിയില്ല. അപ്പം നമുക്കിതിൽ ട്രേഡേ ഇല്ല. ഓക്കെ, പക്ഷെ നമുക്കിതിൽ WCയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ ഹോൾ കറക്ഷൻ ലെവലിൽ പോയിട്ടുണ്ട് മാർക്കറ്റ്. 0 മുതൽ നമ്മൾ ടാർഗറ്റ് വരെ വരച്ചു. ഓക്കെ, ടാർഗറ്റിൻ്റെ ഏറ്റവും ലോ വരെ വരച്ചു. അപ്പോൾ നമുക്കൊരു സോൺ കിട്ടി. ഇതാണ് നമ്മളെ WCയിൽ, അഥവാ നമുക്ക് ഹോൾ കറക്ഷൻ ഏരിയ. മാർക്കറ്റ് ഇവിടെ വരും. ഓക്കെ, ബി സി ഒന്നും ഉണ്ടാക്കാതെ മാർക്കറ്റ് സിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഹൈ ചാൻസ് ആണ് സിന്ന് WCയിലേക്ക് വരാൻ വേണ്ടി. എന്ന് വെച്ചാൽ ടാർഗറ്റിന് നമ്മൾ ഹോൾ കറക്ഷൻ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താ വേറെ സിഗ്സാഗ് ഇതാ, പക്ഷെ നമുക്കത് എസ് അടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വേറൊരു സിഗ്സാഗ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടിട്ട് വേറൊരു സിഗ്സാഗ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഹാഫ് ആയിരം പ്രോഫിറ്റ് നമുക്ക് പകുതി പ്രോഫിറ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് പുതിയ എൻട്രി നമുക്ക് ചാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ എൻട്രി ബേസ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് നിങ്ങൾ സിഗ്സാഗ് ആണെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാം. ഓക്കെ, അത് എടുക്കുന്ന ഒരു അപ് ട്രെൻഡിലേക്ക് ഒരു സിഗ്സാഗ് ഫോർമേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ട്രേഡ് പോസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിലാണെങ്കിൽ ആ പ്രോഫിറ്റ് നിങ്ങൾ അത് കട്ടാക്കിയ ശേഷം നിങ്ങൾ പുതിയ ട്രേഡ് ഉണ്ടെങ്കിൽ ആ പുതിയ ട്രേഡിന് പിന്നാലെ പോവുക. ഓക്കെ, നിങ്ങൾ അതിലേക്ക് തന്നെ ഉറപ്പായിട്ട് എത്തും. ഞാൻ വരച്ചതൊക്കെ കറക്റ്റാണ് എന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പണിക്ക് തന്നെ അങ്ങ് പോകും. ഓക്കെ, നിങ്ങൾ അവിടെ നോക്കിയിരിക്കല്ല ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സിഗ്സാഗ് എവിടെ കാണുന്നു അതൊക്കെ ഫുള്ള് വരച്ചും കിട്ടേക്കാം. എവിടെ സ്റ്റോപ്പ് ലോസ് എവിടെ ടാർഗറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന എല്ലായിടത്തും നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, വരച്ച് കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇതാ ഒരു സിഗ്സാഗ് ഫോർമേഷനാണ്. 0 മുതൽ നമ്മൾ എ വരെ വരച്ചു. കറക്റ്റായിട്ട് നമ്മൾ ഇതാ ബി പോയിന്റ് മാർക്കറ്റ് വന്നു. ഓക്കെ, ബി പോയിന്റ് മാർക്കറ്റ് വന്നു. ഇനി ഇവിടുത്തെ ടാർഗറ്റ് കണ്ടുപിടിക്കണം. ടാർഗറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരെ നിങ്ങൾ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ റൂൾ എടുക്കുക. 0AB. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ്. ഇവിടെ മാർക്കറ്റ് വരും. കയറി വരുന്നുണ്ട്, മാർക്കറ്റ് കയറി വരുന്നുണ്ട, അവിടെ മാർക്കറ്റ് വരും. ഓക്കെ, സി ആണ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ബി സി ഇവിടെ നോക്കാം. നമ്മളെ എ ലെവലിൽ നമ്മൾ എ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എ ഇവിടെ കറക്റ്റായിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഒരു ബി സി ഫസ്റ്റ് ബി സി നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ബീൻ്റെ ലോ മുതൽ നമ്മൾ ഇതിൻ്റെ ഹൈ വരെ വരക്കാണ്. ഓക്കെ, നമ്മളെ ടാർഗറ്റിൻ്റെ ആ ഒരു ലെവൽ വരക്കാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെക്കൻഡ് ബി സി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് സെക്കൻഡ് ബി സി ഇവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ടച്ച്. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇതാ ഈ ബോക്സിന് തൊട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാം. ടാർഗറ്റ് ഇതാ ഈ ഒരു ടാർഗറ്റ് ഇവിടെ മാർക്കറ്റ് വരും. മാർക്കറ്റ് ഇതാ ഓൾമോസ്റ്റ് കയറി ഇത്ര എത്തി. ഓക്കെ, ഇതുപോലെ അടിപൊളി ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി ഇവിടുന്ന് മാർക്കറ്റ് എവിടെ വരും ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് മാർക്കറ്റ് വരാൻ ചാൻസ് എന്ന് പറയുമ്പം നേരെ മാർക്കറ്റ് നമുക്ക് ഹോൾ കറക്ഷൻ ലെവൽ നോക്കാം. ഓക്കെ, ഹോൾ കറക്ഷൻ ലെവൽ മാർക്കറ്റ് ഇതാ ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും. ഇതാണ് നമ്മുടെ ഹോൾ കറക്ഷൻ ലെവൽ. ഓക്കെ,
ഇനി മാർക്കറ്റ് ഇവിടെ ടാർഗറ്റ് ഇട്ട ശേഷം നേരെ മാർക്കറ്റ് ഈ ഒരു ഹോൾ കറക്ഷൻ ലെവലിലേക്ക് വരും. എന്നിട്ട് മാർക്കറ്റ് ഇവിടെ റിജക്ഷൻ കിട്ടാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇത് ഓൾറെഡി ഒരു അപ് ട്രെൻഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇവിടുന്ന് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ഫ്യൂവൽ എന്നൊരു ലിക്വിഡിറ്റി എന്നൊക്കെ വേണേൽ പറയാം നമുക്ക്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം അതെടുത്തു മാർക്കറ്റ് പമ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ നമ്മൾ SK സിസ്റ്റം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇതിന് ബാക്കി വരുന്നുണ്ട് രാമ, കഴിഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ബേസിക് ടു സ്റ്റാൻഡേർഡ് ആ ഒരു ലെവലാണ്. ഇനി സ്റ്റാൻഡേർഡ് ടു അഡ്വാൻസ് ലെവലുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല, അത് ഞാൻ വരുന്നുണ്ട്. എന്തായാലും ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം അങ്ങനെ നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ നോക്കുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് ടു സ്റ്റാൻഡേർഡ്. ഇത് തന്നെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അടിപൊളി ട്രേഡ് എടുക്കുക. ബാങ്ക് നിഫ്റ്റിയിലും ഗോൾഡിലും പിന്നെ GBP/USD എല്ലാത്തിലും എടുക്കുക, ക്രിപ്റ്റോയിലും എല്ലാത്തിലും ഉപയോഗിക്കാം. ഓക്കെ, ഏതിലും വർക്കും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാം നോക്കി കണ്ട് ട്രേഡ് ചെയ്യാം. ഇതൊക്കെ പെർഫെക്റ്റ് ട്രേഡ് ആണ്. ഓക്കെ, ഇതിൽ ഞാൻ കണ്ടില്ല, ഞാൻ ട്രേഡ് കണ്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ ട്രേഡ് എടുക്കായിരുന്നു. ഓക്കെ, ട്രേഡ് കണ്ടില്ല, ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെറുതെ ടൈം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഉറപ്പായും ഇവിടെ വരും. ഓക്കെ, നിങ്ങൾ ഉറപ്പായും നമ്മൾ ടാർഗറ്റ് അടിക്കും. നിഫ്റ്റിൻ്റെ ചാർട്ടാണ് കേട്ടോ ഇത്. ഞാൻ ഇന്നത്തെ ചാർട്ടാണ്, ലൈവ് ചാർട്ടാണ്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു, ഒരു 74 പോയിന്റ്സോളം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഞാനൊരു എന്താണ് ആ ഒരു മോഡൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സിഗ്ജാഗ് ഫോം ചെയ്തു, ഇവിടെ ഒരു B എൻട്രി കിട്ടി, മാർക്കറ്റ് താണ് ഈ ഒരു ലെവൽ വന്ന് മീൻസ് A ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പം അതൊരു BC ഉണ്ടാക്കും. ആ കറക്റ്റ് ഒരു BCയിലേക്ക് തന്നെ പോയി. അതിന് തൊട്ട് മുകളിൽ തന്നെ ഒരു Bയും കിട്ടിയിരുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ലെവൽ മുതൽ ഞാൻ ഈ ഒരു ലെവൽ വരെ വരച്ചിരുന്നു. ഫിബൊനാച്ചി വരച്ചപ്പോൾ എനിക്ക് ഇവിടെ B സോൺ കിട്ടി. ആ B സോണിൽ കൂടെ ജസ്റ്റ് മാർക്കറ്റ് ടച്ച് ആയിരുന്നു. ആ ടച്ച് ആയപ്പോൾ തന്നെ ഞാൻ കരുതിയാണ് ഉറപ്പായിട്ടും ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വന്നിരിക്കും. ഓക്കെ, ബിയിൽ ടച്ച് ആയാൽ മിനിമം ആ ഒരു ലോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോയിലേക്ക് മാർക്കറ്റ് വരും. ഓക്കെ, ജസ്റ്റ് ഞാൻ ആ ബിയിൽ ടച്ച് ചെയ്തപ്പോൾ തന്നെ ഒരു എൻട്രി എടുത്തു. ഓക്കെ, ഫസ്റ്റ് ടച്ച് ഇപ്പോൾ എനിക്ക് എൻട്രി കിട്ടിയില്ല, മിസ്സായിപ്പോയി. പിന്നെ സെക്കൻഡ് ടെസ്റ്റിൽ എനിക്ക് എൻട്രി കിട്ടി, BC എൻട്രി കിട്ടിയതിന് നേരെ ഈ ഇവിടത്തേക്ക് ഞാൻ ടാർഗറ്റ് വെച്ചു. ഓക്കെ, ടാർഗറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ചെറിയൊരു ട്രേഡ് എൻട്രി മോഡൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഫിബൊനാച്ചിൻ്റെ ടൂൾ നോക്കാം. ഓക്കെ, ഫിബൊനാച്ചി ടൂളിൻ്റെ സെറ്റിങ്സ് കാണിച്ചു തരാം. ഇത് ഫിബൊനാച്ചി ടൂൾ ആട്ടോ. ഇത് ഫിബൊനാച്ചിൻ്റെ ടൂളാണ്. അതിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ഇത്രയും മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഓക്കെ ഏതൊക്കെ ബോക്സിൽ ഏതൊക്കെ നമ്പേഴ്സൊക്കെ മാറ്റണം അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചേഞ്ച് ആക്കുക. ഓക്കെ, പിന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റാം. പിന്നെ പ്രൈസ് ലെവൽസ് ഒക്കെ മാറ്റണമെങ്കിൽ അതൊക്കെ മാറ്റിക്കളയാം. ഓക്കെ, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഞാനതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ നിങ്ങൾ ആക്കിയെടുക്കുക. ഓക്കെ, ഇതാണ് ഫിബൊനാച്ചിൻ്റെ. അപ്പോൾ അടുത്ത ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂളിൻ്റെ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂളിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫിബൊനാച്ചി ടൂൾ എടുക്കുക, ഇതുപോലെ വരക്കുക, അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂളിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ഇതിൽ കാണുന്ന അതേ നമ്പർ കറക്റ്റ് അതേ ബോക്സ് തന്നെ നിങ്ങൾ കറക്റ്റ് അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും പിന്നെ അങ്ങനത്തെ ലെവൽസൊക്കെ വേണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും ഇത് കറക്റ്റായിട്ട് ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ അവിടെ നിങ്ങൾ കറക്റ്റ് നോക്കി ടൈപ്പ് ചെയ്യുക, ഫുള്ള് സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താ പറയുക സെറ്റിംഗ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഓക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നിങ്ങൾക്ക് മനസ്സിലായാലോ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത ട്രേഡിൻ്റെ ഒരു പോർട്ട്ഫോളിയോ കാണിച്ചു തരാം. ഞാൻ കൈറ്റ് സെറോദൽ എടുത്തത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ദ പൊസിഷനിൽ 1113 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഞാൻ ഓർഡേഴ്സിൽ പോകണം, ഇവിടെ കാണാൻ പറ്റും. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു 15 ക്വാണ്ടിറ്റി 329 പ്രീമിയത്തിൽ എടുത്തത്. ഓക്കെ, 329 എടുത്തത്. ഞാൻ ടാർഗറ്റ് അങ്ങനെ വെച്ചിട്ടില്ല. ഞാൻ ഈ നമ്മളെ എന്താ പറയുക സ്ട്രാറ്റജി പ്രകാരം ടാർഗറ്റ് ഇവിടെ വെച്ചുള്ളത്. അപ്പം 329 പ്രീമിയത്തിന് ഞാൻ വാങ്ങിച്ച് 404 ഞാൻ അത് സെല് ചെയ്തു. ഈ നിങ്ങൾ ഈ സ്ട്രാറ്റജി പറയുമ്പോൾ നന്നായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. പഠിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചാർട്ടിൽ വരച്ചൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ട്രേഡ് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ റിയൽ ക്യാഷ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഇത് എല്ലാവർക്കും അങ്ങ് കത്തണം എന്നില്ല. ഓക്കെ, കത്തി ഒരിക്കലും നല്ല രീതിക്ക് കത്തി അങ്ങ് പോകും. ഓക്കെ, അതാണ് മനസ്സിലാക്കുക. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നല്ല രീതിക്ക് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിക്ക് ട്രേഡ് കാണിച്ചിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി മാത്രമല്ല, ഇനിയും വേറെ സ്ട്രാറ്റജി കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനേക്കാൾ എത്രയോ ഫാർ ബെറ്റർ ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ സ്ട്രാറ്റജി വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഈ SK സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പം ബേസിക് ടു സ്റ്റാൻഡേർഡ് വരെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് ടു അഡ്വാൻസ് ലെവൽ ഉണ്ട്, അത് നമ്മൾ നോക്കിയിട്ടില്ല. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ പുതിയ സ്ട്രാറ്റജി നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു വീഡിയോ കണ്ട് വെയിറ്റ് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ മാത്രമേ റെക്കമെൻഡേഷൻ പോകുള്ളതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിലും കുഴപ്പമില്ല, ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ.